Hello, good evening. Hello. Good evening. Mm, I can manage.py run server കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാത്തിൻ്റെ ഐക്കൺസ് ഒക്കെ ഒരേ സൈസ് ആക്കിയായിരുന്നു. പേജ് നെയിറ്റ് ആഡ് ചെയ്തായിരുന്നു. ദെൻ കാർട്ട് കാർട്ട് നോ ആട്രിബ്യൂട്ട്. കാർട്ടിന് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സെർച്ച് ഒന്നും സെർച്ച് ചെയ്തിട്ടുണ്ടായില്ല. സോ എൻ്റെ പ്രൊഡക്ട്സ് നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ആയിട്ട് വരും. സെർച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നല്ലോ ലാസ്റ്റ്. ക്യാരറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് ബീട്രൂട്ട് വരുന്നുണ്ട്. ഓക്കെ, ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ട് പേജ് വരും. ചെക്ക് ഔട്ട് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, സ്റ്റൈൽ. ഓക്കെ, ഇത് നമ്മൾ കാർട്ടിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ഒരു പേജ് തന്നെ നമ്മൾ ഐറ്റം ആഡ് ചെയ്യാത്തതുകൊണ്ടായിരുന്നു നേരത്തെ എറർ വന്നിരുന്നത്. സോ ഐറ്റം ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആണെങ്കിൽ ഇവിടെ ഇഫ് കണ്ടീഷൻ കൊടുക്കാം കേട്ടോ. ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. ഇവിടെ സെർച്ചിൽ എം ടി ആണെങ്കിൽ നമുക്കത് വരുള്ളൂ. അതേപോലെ കാർട്ട് എം ടി ആണെങ്കിൽ അങ്ങനെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. അതുപോലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ക്വാണ്ടിറ്റി രണ്ടെണ്ണമായിട്ടുണ്ട്. മൈനസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഒന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം ടി ആണ്. ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ഷോപ്പിംഗ് എന്ന് കൊടുക്കണം. ഹിയർ കൊടുക്കുക. സോ ബാക്ക് ടു നമ്മുടെ ആ ഒരു ഇൻഡെക്സ് പേജിലേക്ക് വരും. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു ചെക്കൗട്ടിൻ്റെ കണ്ടന്റ് സെൻട്രലായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കി നമുക്ക് ഞാൻ കാർട്ടിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുവാണ്. അത് അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് CS കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഡയറക്റ്റ്ലി കാർട്ടിലേക്ക് പോവാണ് കേട്ടോ. സോ ബാക്ക് ടു ക്വറി. നമുക്ക് പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ഫുൾ റിമൂവ്, അതേപോലെ തന്നെ സിംഗിൾ ഐറ്റം റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് ഞാൻ പുഷ് ചെയ്തിട്ടില്ല. ഓക്കെ, കാർട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യൂസിൽ റിമൂവും ഐക്കണൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫൈൻ. ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഈ പ്ലസ് മൈനസ് ഐക്കൺസ് കൊടുത്തതിലോ ട്രാഷ് കൊടുത്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ചെയ്ത് നോക്കിയായിരുന്നു അവിടം വരെ? എത്തിയിട്ടില്ല. നമുക്കിനി കുറച്ച് പോർഷൻസും കൂടി ബാക്കിയുള്ള ദിവസം നിങ്ങളുടെ പ്രൊജക്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയായിരുന്നോ? കംപ്ലീറ്റ് ആയി. കുറച്ചുകൂടി എന്തായിരുന്നു? കംപ്ലീറ്റ് ആയി. ടോപ്പിന്റെ ഒക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. കേട്ടില്ല. ഒരു 50%, 60% അങ്ങനെ കംപ്ലീറ്റ് ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. നിങ്ങളുടെ ഓൾറെഡി പ്രൊജക്ട് ആയിട്ട് വർക്ക്. തന്നെയല്ലേ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നത്? അല്ല, ഞാൻ ഇത് പിന്നെ ഇത് സെയിം കോപ്പി തന്നെയാണ് ഇത് പോകുന്നത്. സെയിം കോപ്പി ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഒപ്പം തന്നെ നിങ്ങളുടെ മെയിൻ പ്രൊജക്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, ഒരു ഇ കൊമേഴ്സിന്റെ സൈറ്റ് നിങ്ങൾ തന്നെ ചെയ്യാട്ടോ. ഒപ്പം തന്നെ അതും കൂടി ഒപ്പം ചെയ്ത് പോക്കോളൂ. സോ നമ്മുടെ പോർഷൻസ് തീരുന്നതിനൊപ്പം നിങ്ങൾ പ്രൊജക്റ്റും വെക്കേണ്ടി വരും. സോ ഒരു പ്രൊജക്ട് നെയിം, അതേപോലെ തന്നെ നമ്മൾ ഈ ലോഗോ ഒക്കെ എങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അതേപോലെ നിങ്ങളുടെ പ്രൊജക്റ്റിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാട്ടോ. ശരി. ഒപ്പം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ചെയ്യുന്ന പ്രൊജക്റ്റിനെ നിങ്ങളുടേതായ രീതിക്ക് മാറ്റുക, എന്നിട്ട് അതിൽ അഡീഷണലി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇ കൊമേഴ്സ് ആയിട്ടാണ് ചെയ്യേണ്ടത്. വേറെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ? ടോപ്പിക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ബട്ട്
ഫങ്ഷനാലിറ്റീസ് വേണം അതിൽ. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൽ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ സെർച്ച് കൊടുത്തിട്ടുണ്ട്, പേജിനേറ്റർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കാർട്ടിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോന്നിനും ഇതിപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പേജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിതിൽ ചെയ്തതിൽ ആഡ് ടു കാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടിക്ക് ആ ഒരു ഐറ്റം ആഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെക്ക്ഔട്ട് പേജ് ഉണ്ട്. ദെൻ കണ്ടിന്യൂ ഷോപ്പിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ചെക്ക്ഔട്ട് ഓപ്ഷൻ നമുക്കിനി നമുക്കൊരു ഐക്കൺ ആയിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് പേയ്മെന്റിന്റെ ഓപ്ഷൻ ആഡ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാർട്ട് വരെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ലോഗോ ഉണ്ടല്ലോ, ലോഗോ ഇതിൽ തന്നെ കൊടുക്കുന്നത് നിർബന്ധമില്ല കേട്ടോ. ഞാൻ ഹെഡർ ഫയലായിട്ട് എങ്ങനെ ആഡ് ചെയ്ത് പറഞ്ഞതാണ് ലോഗോ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൗബാർ മതി എന്നുണ്ടെങ്കിൽ നൗബാറിൽ ആഡ് ചെയ്യാം. ലോഗോ അങ്ങനെ കൊടുക്കണമെന്നില്ല. സൈസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായ രീതിക്ക് നിങ്ങളുടെ ആ ഒരു പേജിന് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സോ കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആയിട്ട്. എന്താ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ചെയ്തുകൂടാലോ? ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. നമ്മളിവിടെ സ്റ്റൈലിങ്ങിന് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബൂട്ട്സ്ട്രാപ്പ് കുറേ ഉണ്ടായില്ല. ചിലത് ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് CSS ഒക്കെ, ചിലതിൽ ബൂട്ട്സ്ട്രാപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ കേസിലാണെങ്കിലും കണ്ടെയ്നറും ബ്രോയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബൂട്ട്സ്ട്രാപ്പ് ക്വറീസ് തന്നെയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് BR ടാഗ്സ് അങ്ങനെയുള്ള നമ്മൾ കുറച്ച് കയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യാതെ കുറച്ച് കയ്യുന്നും കൂടി ഇട്ടിട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റ് ആയിട്ട് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പ് ടെംപ്ലേറ്റ് എടുത്ത് ചെയ്യുവാണെങ്കിലും നമ്മുടേതായ രീതിക്ക് കൺവേർട്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ബാനർ പുതിയത് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഓൾറെഡി ഉള്ള ബാനറിൽ വേറെ വല്ല കമ്പനീൻ്റെ ലോഗോയോ കാര്യങ്ങളോ ഇല്ലാതെ, അല്ലെങ്കിൽ ഉള്ളതാണെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് ഇനിയും ഫീൽഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഹോം ഷോപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അബൌട്ട് ആഡ് ചെയ്യാം, കോൺടാക്ടേഴ്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഫോം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോം സബ്മിഷൻ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഫോം ഒക്കെ ചെയ്യാൻ അറിയാവുന്നതല്ലേ. സോ അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാം വെബ്സൈറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, റെഫർ ചെയ്തിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കാറ്റഗറി ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾ ആമസോൺ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഉണ്ടോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കാട്ടുകയാണെങ്കിൽ നമ്പർ വെച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓൾ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ആണെങ്കിൽ സോർട്ട് ബൈ കാറ്റഗറി വൈസ് നിങ്ങൾക്ക് സോർട്ട് ചെയ്യണമെങ്കിൽ സോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കണ്ടീഷൻസ് കൊടുത്തിട്ട് ഇവിടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും. മെൻസ്ട്രേഷൻ ആണ്, അതിലും എന്താണ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർ കാറ്റഗറി അവൈലബിൾ ആവുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതല്ല ഇനി വേറെ കാറ്റഗറീസ് വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ലൊക്കേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ കാറ്റഗറീസ് ഇതേപോലെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ സൈൻ ഇൻ ഓപ്ഷൻ, അതേപോലെ യുവർ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ല, ലോഗിൻ ചെയ്യാനുണ്ട്. സോ ആ ഒരു പ്രൊസസ്സും കൂടി ബാക്കിയുണ്ട്. പേയ്മെന്റ് റെഡി ആക്കണം, അതേപോലെ തന്നെ ലോഗിനും കൂടി സെറ്റ് ചെയ്യാനുണ്ട്. സോ അത്രയും പോർഷനാണ് നമുക്ക് ഇതിൽ ബാക്കിയുള്ളത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞ് തീർക്കാനും പറ്റും. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ, മസ്റ്റായിട്ടും. വേഗം തീരും. സോ ഈ മന്ത് എൻ്റെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് തീരുന്ന രീതിക്ക് പ്ലാൻ ചെയ്യാം. ഈ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ട് നമ്മുടെ അവസാനിക്കും സെഷൻസ്. സോ അതിനു മുമ്പ് വേഗം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. ദെൻ ഏതെങ്കിലും ഒരു മോഡൽ എടുക്കുക കേട്ടോ. കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി സൈറ്റ്സ് ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. റെഫർ ചെയ്യുക സിമിലർ സൈറ്റ്സ്. ബെസ്റ്റ് ഷോപ്പിംഗ് ചെയ്യുന്നത് ഗിറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് ഞാൻ ഒരു 10 മണിക്ക് കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെഫറൻസ് ചെയ്യാം. മീഷോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ വേറെ പുതിയതായിട്ട് അതിലെന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അജിയോണ്ടൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈറ്റ്സാണ്. അതല്ലാതെ പുതിയ സൈറ്റ്സും ഉണ്ടാവാം. ചിലപ്പോൾ ചിലർ ഡ്രസ് ടൈപ്പ് ആയിരിക്കാം ഷോപ്പിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കാം. അങ്ങനത്തെ പല ഐറ്റംസുകളും ഉണ്ടാവും. ചിലപ്പോൾ ഗ്രോസറി ആയിരിക്കും ചില സൈറ്റ്സ്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യുക കേട്ടോ.
ഇതേമാതിരി ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നെങ്കിൽ ഓഫേഴ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൂവ് ചെയ്യുന്ന രീതിയിൽ അത് കൊടുക്കുക. ഇതിപ്പോൾ ടൈം ഡ്യൂറേഷൻ ഉണ്ട്, ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമേജ് വരും. സോ ആ ഒരു രീതിക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഫേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോഡോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ആ ഒരു ഇമേജസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പ്രൊഡക്ട്സ് ഐറ്റംസ് ഇതേപോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് വേണമെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് മുകളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ഓപ്ഷൻ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത്. ബാഗ് എം ടി ആണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ ഒരു മെസ്സേജ് പോപ്പപ്പ് പോലെ എം ടി ആണെങ്കിൽ പോപ്പപ്പ് വരുന്ന രീതിക്കൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന കേസസേ ഉള്ളൂ ഇതൊക്കെ. ഓക്കെ, സോ റെഫർ ചെയ്തിട്ട് ചെയ്യാം. നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന സൈറ്റിൽ എങ്ങനെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് ഹാൻഡിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സൈറ്റ്സ് എങ്ങനെയൊക്കെയാണ്, സോ ഇതിൽ എന്തൊക്കെ നമുക്ക് അഡീഷണലി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അധികം വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. സോ ഇനി നമുക്ക് കുറച്ചും കൂടി സ്റ്റെപ്സ് ഇതിൽ ബാക്കിയുണ്ട്. സോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഇതുവരെ ചെയ്തതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പേയ്മെന്റ് ഗേറ്റ് വേ ആണ് നോക്കാൻ പോകുന്നത്. സോ പേയ്മെന്റ് ഗേറ്റ് വേ കേട്ടിട്ടുണ്ടോ? എന്താണ് പേയ്മെന്റ് ഗേറ്റ് വേ? കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. സോ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സർവീസ് ആണ്. നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ കസ്റ്റമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്, ഒരു മെർച്ചന്റ് വെബ്സൈറ്റ് ത്രൂ നമുക്കൊരു പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാങ്ക് നമ്മൾ ട്രാൻസാക്ഷൻസ് നടത്തൂലേ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റും ക്ലയന്റ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരു പേയ്മെന്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പേയ്മെന്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഓൺലൈനായിട്ട് ഇപ്പോൾ ബൈ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പേയ്മെന്റ് ചെയ്യണം അല്ലെ, ഐദർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട് പേയ്മെന്റിന് തന്നെ. സോ നമുക്ക് എന്താണ് നമ്മുടെ പേയ്മെന്റ് സെക്യൂർ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടായത് നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡെബിറ്റ് ആയിരിക്കാം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ ട്രാൻസാക്ഷൻ അപ്രൂവ് ആയോ ഡിക്ലൈൻ ആയോ കൺഫേം ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട് വെബ്സൈറ്റിൽ. നമുക്കിപ്പോൾ പേ നൗ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു പേയ്മെന്റ് ഓപ്ഷൻസ് വരുവാണ്, ഏതാണ് നമുക്ക് വേണ്ടതെന്നൊക്കെയുള്ള ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് പേയ്മെന്റ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പോപ്പുലർ ഗേറ്റ് വേസ് ഉണ്ട്. ഫസ്റ്റ് വൺ റേസർ പേ നമ്മൾ മോസ്റ്റ്ലി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ PayTM, സ്ട്രൈപ്പ്, പേപ്പാൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ CC അവന്യൂ ഉണ്ട്, ക്യാഷ് ഫ്രീ ഉണ്ട്, ഇൻസ്റ്റാമോജോ ഉണ്ട്. ഇതിലേത് മെത്തേഡ്സ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഇത്തവണ ഫോക്കസ് ചെയ്യുന്നത് റേസർ പേ ആണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, റേസർ പേ എന്ന് പറയുന്ന ഗേറ്റ് വേ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മെയിൻലി സെക്യൂരിറ്റി ആണ്, നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെന്റ്സ് ചെയ്യാൻ പറ്റും, API ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കതൊരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ റേസർ പേ എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ഇന്ത്യൻ പേയ്മെന്റ് ഗേറ്റ് വേ ആണ്. സോ യൂസേഴ്സിന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ്, ഡെബിറ്റ്, UPI, നെറ്റ് ബാങ്കിങ്, വാലറ്റ്സ് ത്രൂ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ അപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ ഞാൻ ലോഗിൻ ആണ് ചെയ്യുന്നത്. കണ്ടിന്യൂ ആസ് കൊടുക്കുന്നുണ്ട്.
മെയിൽ ID കൊടുക്കുക, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കും. നമ്മൾ ഏത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അക്കൗണ്ട് ഏതാണോ വേണ്ടത് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കീ ഉണ്ട്. സോ ആ ഒരു കീ വെച്ചിട്ടാണ് നമ്മൾ കീ ID ഉണ്ട്, സീക്രട്ട് കീ ഉണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, APIനെ നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരും. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ സൈനപ്പ് ആയിരിക്കും ചെയ്യുന്നത്. സോ സൈനപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ ആ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ കറൻ്റ്ലി ടെസ്റ്റ് മോഡിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ. നമുക്ക് QR ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതാണ് ലിങ്ക് ആയിട്ടാണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് വേണ്ടതെന്നുള്ളതൊക്കെ കൂടെ ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏത് മെത്തേഡാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പേയ്മെൻറ്റ് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. പേയ്മെൻറ്റ് പ്രൊഡക്ട്സ് ഏത് ടൈപ്പാണ് വേണ്ടത്, ഇപ്പോൾ പേയ്മെൻറ്റ് ബട്ടണായിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇനി ബാങ്കിങ് ടൈപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ഏതൊക്കെയാണ് സ്റ്റാറ്റസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് റീഡ് മോഡ് കൊടുക്കുക. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വരും. കസ്റ്റം വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മോഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ അതൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുക. സോ അതിൻ്റേതായിട്ടുള്ള കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുക, ദെൻ പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ഒരു സിംഗിൾ ലൈൻ കോഡ് വരും, അതൊന്ന് നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ. ഇവിടെ കണ്ടോ ക്രിയേറ്റ് പേയ്മെൻറ്റ് ബട്ടൺ കണ്ടോ. സോ അത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ഒരു ID വരും. ഐറ്റംസ് ഒക്കെ സെയിൽ ആയി കഴിഞ്ഞാൽ ഐറ്റംസ് ഒക്കെ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ടോട്ടൽ എത്ര സെയിൽസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. ഓക്കെ. ഇവിടെ ഞാൻ ലൈവ് മോഡ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടില്ല, സോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ദെൻ അഫോർഡബിലിറ്റി വരും. സോ റേറ്റ് കാര്യങ്ങളൊക്കെ ചെറിയൊരു പേയ്മെൻറ്റ് വേണ്ടി വരും. സോ അങ്ങനത്തെ കേസസിലൊക്കെ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ആണോ മന്ത്ലി 767 ഒക്കെ എമൗണ്ട് വരുന്നുള്ളൂ. സോ നിങ്ങൾ നോക്കിയിട്ട് ഏത് പേ ആണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ. പക്ഷെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. റൈസർ പേ, അതേപോലെ പേപ്പാൽ എടുത്ത് നോക്കുക. ഇതൊക്കെയാണ് മെയിൻലി വരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. സോ കമ്പനി രജിസ്ട്രേഷൻ ചെയ്യുക, എന്നിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നിങ്ങളുടെ പാൻ കാർഡ് ആഡ് ചെയ്ത് കൊടുക്കുക, കമ്പനി നെയിം അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും കേട്ടോ. ദെൻ ബാങ്കിങ്ങിൻ്റെ കേസിൽ വരുവാണെങ്കിലും ജസ്റ്റ് നോ മോർ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. റിസോഴ്സസ് എടുത്ത് നോക്കുക. പേ റോൾ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് സെപ്പറേറ്റ്ലി ലോഗിൻ ചെയ്യുന്നില്ല. ദെൻ കുറച്ചും കൂടി ഫങ്ഷണാലിറ്റീസ് നമുക്ക് പാർട്ട്ണറായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതേപോലെ ഇക്കോ സിസ്റ്റം ഹെൽത്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. സോ ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കും കാര്യങ്ങളൊക്കെയാണ്. UPI ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ നെറ്റ് കാർഡ് ത്രൂ ആണെങ്കിൽ ഇത്രയും ബാങ്ക്സ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ എന്താണ് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇത്രയും ബാങ്ക്സ് ആണ് നമുക്ക് ബൈ ഡിഫോൾട്ട് ഉള്ളത്. ദെൻ എന്താണ് മാൻഡേറ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് പല മെത്തേഡ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ. ഇതേപോലെയുള്ള നിങ്ങൾക്ക് സൈറ്റ്സിനെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ ജാങ്കോ പ്രൊഡക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. റെസർ പേയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ദെൻ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിൽ ഒരു API കീ ഉണ്ടാവും റെസർ പേ ഡാഷ്ബോർഡിൽ. സോ ആ ഒരു കീ ID അതേപോലെ തന്നെ സീക്രട്ട് കീ ഉണ്ട്. സോ അതാണ് നമ്മൾ എടുക്കുന്നത്. സോ കീ ID സീക്രട്ട് കീ നമുക്ക് എടുക്കാനുണ്ട്. സോ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്രൊജക്റ്റ് റൺ ചെയ്താൽ നമുക്ക് അത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. Ctrl+C കൊടുക്കുക. പിപ്പ് ഇൻസ്റ്റാൾ.
റേസർ പേ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. വേറെ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അതിൽ വരുള്ളൂ. വേറെ മെത്തേഡ് ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. പിപ്പ് ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട് ടെർമിനലിൽ, ഇച്ചിരി ടൈം എടുക്കും, അതൊന്ന് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആവട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് സ്റ്റാർട്ട് PYയിൽ നമുക്ക് റേസർ പേ കീ ഐഡിയും അതേപോലെ തന്നെ സീക്രട്ട് കീ ഉണ്ട്. സോ അത് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഡാഷ്ബോർഡിലാണ് അത് ഉണ്ടാവുക. ബാക്ക് ടു അവർ ക്വറി സെൻഡിലേക്ക് പോകുന്നുണ്ട്. ആ വെർച്വൽ എൻവയോൺമെന്റിലെ പിന്നെ പിപ്പ് ഇൻസ്റ്റാൾ റസോർ പേ എന്ന് കൊടുത്തില്ലേ? ആ അപ്പൊ അതെങ്ങനെയാ ഈ റസോർ പേനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഇൻസ്റ്റാൾ ആയിക്കോളും. നമ്മള് പില്ലോ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ എങ്ങനെയാ പിക്ചർ കണക്ട് ചെയ്തപ്പോഴ് നമ്മൾ സെപ്പറേറ്റ്ലി വേറെ ഒന്നും കൊടുത്തിട്ടല്ലോ. ഈ റസോർ പേ എന്ന് പറഞ്ഞാൽ ഒരു NBFC അല്ലേ, ഒരു ഫിനാൻഷ്യൽ വെബ്സൈറ്റ് അല്ലേ? വെബ്സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. ഓക്കെ, നമ്മളെ പ്രൊജക്റ്റിക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നമ്മൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസിനെ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പില്ലോ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. പില്ലോ ഇതേപോലത്തെ ഒരു ലൈബ്രറിയാണ്. ഓക്കെ, സോ ഇമേജ് ഫീൽഡിനെ വെർച്വൽ എൻവയോൺമെന്റിൽ ഈ കമാൻഡ് പ്രോംപ്റ്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഒരു വെർച്വൽ എൻവിറോൺമെന്റിലാണ് നമ്മൾ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷൻസ് ചെയ്യുക. ഈവൻ ജാങ്കോ അടക്കം നമ്മൾ വെർച്വൽ എൻവിറോൺമെന്റ് ഉള്ളിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ല നമ്മൾ നോർമൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ സ്റ്റെപ്സ് ഇല്ലേ. സോ ഇത് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ ഓഫ് ക്വറി അല്ലേ നമുക്ക് വേണ്ടി വരുള്ളൂ. സോ പിപ്പിൻ്റെ വേർഷൻ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ കറന്റ് യൂസ് ചെയ്യുന്നത് 2.4.3.1 ആണ്. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. ദെൻ വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇതില് പാസ്വേഡ് എന്തെങ്കിലും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ വെബ്സൈറ്റ് ആൻഡ് ആപ്പ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ API കേസ് ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കീ ID ഇതാണ്. അപ്പോൾ നെവർ എക്സ്പയർ എന്നാണ്. സോ ഇത് ഞാൻ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, നമ്മൾ പുതിയൊരു കീ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കീ ഐഡിയും വരും. അതൊന്ന് കോപ്പി ചെയ്ത് വെക്കാം കേട്ടോ. കീ ഐഡിയും സീക്രട്ട് കീ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്തത്. ജസ്റ്റ് ആ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇത് നമുക്കിനി സെറ്റിംഗ് സ്റ്റാർട്ട് PYയിൽ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഓക്കെ, സോ ബ്രൗസറിലേക്ക് പോവുക, സെറ്റിംഗ് സ്റ്റാർട്ട് PY എടുക്കുക. സെറ്റിംഗ് സ്റ്റാർട്ട് PYയിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
സോ റേസർ പേ കീ ഐ ഡി ഈക്വൽസ് നമ്മുടെ കീ ഐ ഡി എന്താണോ അത് പേസ്റ്റ് ചെയ്യുക. ദെൻ അതേപോലെ തന്നെ സീക്രട്ട് കീയും കൂടി നമുക്ക് പാസ് ചെയ്യാനുണ്ട്. സോ റേസർ പേ കീ സീക്രട്ട് ഈക്വൽസ് ഡബിൾ കോട്സിൻ്റെ ഉള്ളിൽ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. കോപ്പി ചെയ്തിട്ടുണ്ട്, അതോടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആ റേസർ പേയിൽ ലോഗിൻ ചെയ്യുക. അതിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചോദിക്കും, ബാങ്ക് ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അത് കൊടുക്കുക. ദെൻ അതിന് ശേഷം എന്ത് ചെയ്യുക, ഡാഷ്ബോർഡിലേക്ക് പോവുക. ഡാഷ്ബോർഡിൽ നമുക്ക് എന്ത് വരും, ഇവിടെ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ട് സെറ്റിങ്സിൽ API ഒക്കെ എടുത്താലും മതി. സോ അതിൽ പോകുമ്പോൾ നമുക്കൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് മോഡിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ദെൻ അതിൽ എന്ത് ചെയ്യുക, ഒരു കീ ID ക്രിയേറ്റ് ആവും. ദെൻ ആ ടൈമും കാര്യങ്ങളൊക്കെ വരും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ദെൻ റീജനറേറ്റ് ടെസ്റ്റ് കീ വേണമെങ്കിൽ കൊടുത്താലും മതി. സോ നമുക്ക് അവിടെ സീക്രട്ട് കീയും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഇതേമാതിരി എക്സൽ ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് മോഡലിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം. മോഡലിൽ നമുക്ക് ഓർഡേഴ്സ് ആഡ് ചെയ്യാനുണ്ട്. സോ റേസർ പേ ഒരു ഓപ്ഷനാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ സൈറ്റ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ccavenue.com. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇതല്ലെങ്കിൽ ഒന്ന് ലോഡായി വരട്ടെ. ccavenue വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, സ്ട്രിപ്പ് എന്ന് പറയുന്ന ഗേറ്റ് വേ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. TRIP strip.com. /. ഓക്കെ, PE എന്തായിരുന്നു, street.in ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ. ഇതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് പേയ്മെൻറ്റിൻ്റെ കേസിന് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ എന്ത് ചെയ്യുക, ഓർഡർ എന്ന് പറയുന്ന മോഡൽസിൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ മോഡൽസിൽ പോയിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, ഓർഡർ ആഡ് ചെയ്യണം. അതേപോലെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വ്യൂസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് നമുക്ക് ലോഗിനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. ബിക്കോസ് ഏത് യൂസറാ കയറിയെന്ന് പറഞ്ഞിട്ട് വേണ്ടേ നമുക്ക് ബാക്കി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജസ്റ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒന്ന് നോക്കി വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ജസ്റ്റ് റേസർ പേൻ്റെ കീ ID ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ settings.py വരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റേസർ പേ ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിനി യൂസറിനെ ലോഗിൻ ചെയ്യിപ്പിക്കണം. നമ്മൾ അത് ഇതുവരെ ആയിട്ടും ചെയ്തിട്ടുണ്ടായില്ല. രജിസ്ട്രേഷൻ, ലോഗിൻ, ലോഗൗട്ട്, പ്രൊഫൈലൊന്നും നമ്മൾ പ്രൊഫൈൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സോ ഇത്രയും ഈ സ്റ്റെപ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് ലോഗിനും അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റിലേക്ക് വരാം. സോ അത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ഇതിൽ ഏത് സൈറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ട്രിപ്പ് വേണമെങ്കിൽ സ്ട്രിപ്പ് യൂസ് ചെയ്യുക, ccavenue അല്ലെങ്കിൽ റേസർ പേ. നമ്മൾ മെയിൻലി റേസർ പേ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പേയ്മെൻറ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വ്യൂസ് ആഡ് ചെയ്യാനുണ്ട്. അതായത് കാർട്ടിൽ നിന്ന് ചെക്കൗട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകണം, പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനിലേക്കൊക്കെ പോകണം. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാനുണ്ട്. ദെൻ പേയ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനുണ്ട്. സോ ഓരോ യൂസർ വൈസ് ലോഗിൻ ചെയ്താലാണ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക അല്ലേ. സോ നമുക്കിനി ലോഗിൻ, രജിസ്ട്രേഷൻ, ലോഗ് ഔട്ട് എന്നുള്ള
കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. സോ നമുക്ക് നമ്മുടെ കറണ്ട് കാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഷൻ ബേസ്ഡ് ആണ്. നമ്മളിപ്പോൾ സെർച്ച് ഹിസ്റ്ററി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ലോസ്റ്റ് ആയി പോകും, ബിക്കോസ് അത് ബ്രേക്ക് ചെയ്തിരിക്കുക. അതാണ്. ഓക്കെ, നമ്മൾ സെഷൻ ബേസ്ഡ് ആണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം, ലോഗിൻ ബേസ്ഡ് ആക്കണം. ഓക്കെ, സോ സെഷൻ എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി പോവും. അതങ്ങനെയല്ലാതെ എങ്ങനെ വേണം, നമുക്ക് യൂസർ ലോഗിൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വേണം. സോ ഒരു രജിസ്ട്രേഷൻ വേണ്ടി വരും, ലോഗിൻ ലോഗൗട്ട് ഒക്കെ വേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സെപ്പറേറ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഒന്ന് റിഫ്രഷ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ സെഷൻസും കാര്യങ്ങളൊക്കെ. ഇത് ഈ ഹിസ്റ്ററി ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രൗസർ ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഐറ്റം ഒക്കെ റിമൂവ് ആയി പോവും. സോ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് ടു എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ്. ആപ്പിൻ്റെ നെയിം കൊടുക്കുക, അക്കൗണ്ട്സ് അല്ലെങ്കിൽ യൂസേഴ്സിനോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ അക്കൗണ്ട്സ് എന്നാണ് കൊടുക്കുന്നത്. ആഡ് ചെയ്യുക. സോ പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അക്കൗണ്ട്സ് ഫോൾഡറുടെ ടോപ്പിൽ ക്രിയേറ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, URLs, പ്രൊജക്റ്റിൻ്റെ URLസിൻ്റെ ഉള്ളിൽ നമുക്കിനി അതിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങോട്ടേക്ക് പോവുക, ടെംപ്ലേറ്റ്സ് അല്ല, പ്രൊജക്റ്റ് ഇ-കൊമേഴ്സിൻ്റെ urls.pyയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പാത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പാത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ട്സിൽ അക്കൗണ്ട്സ് സ്ലാഷ് കോമ ഇൻക്ലൂഡ് എന്ത് കൊടുക്കുക, ബ്രാക്കറ്റിൽ സിംഗിൾ കോട്ട്സിൽ accounts.urls കൊടുക്കുക. ഒരു കോമയും കൂടെ കൊടുക്കുക, കോമ ഇടാൻ മറക്കരുത്. സോ അക്കൗണ്ട്സിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, settings.pyയിലും കൂടി ആഡ് ചെയ്യണം. സോ ഞാൻ ഈ URLs ക്ലോസ് ചെയ്യാം. ഈ urls.py ഞാൻ ക്ലോസ് ചെയ്യുവാണ് കേട്ടോ. പ്രൊജക്റ്റിൻ്റെ URLസിൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി എന്താണ്, settings.pyയിൽ ആപ്പിൻ്റെ നെയിം ആഡ് ഓൺ ചെയ്യണം. സോ settings.pyയിൽ പോവുക, ടെംപ്ലേറ്റ്സ് അല്ല, ഇതാണ് ഇൻസ്റ്റാൾഡ് ആപ്സ്. അതിൽ നെക്സ്റ്റ് ലൈനിൽ സിംഗിൾ കോട്ട്സിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട്സ് കൊടുക്കുക, കോമയും കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓർഡേഴ്സ് നമുക്ക് സെപ്പറേറ്റ്ലി ആപ്പായിട്ട് ചെയ്യുന്നില്ല, ബട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. ഇനി നമുക്കതിൽ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യണം. settings.py ക്ലോസ് ചെയ്യുന്നുണ്ട്. സ്പെല്ലിംഗ് കറക്റ്റ് അല്ലേന്ന് മസ്റ്റ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അക്കൗണ്ട്സിൻ്റെ URLs ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അക്കൗണ്ട്സ് പ്രൊജക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, urls.py. ഓക്കെ, സോ അക്കൗണ്ട്സിൻ്റെ URLs ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ urls.py ആവശ്യമുണ്ട്, നോക്കട്ടെ. ബട്ട് നമുക്ക് രജിസ്ട്രേഷനുള്ള വ്യൂ ചെയ്യാം ഫസ്റ്റ്, എന്നിട്ട് URLസിലേക്ക് അടക്കാം. സോ ഫസ്റ്റ് തന്നെ വ്യൂ ആഡ് ചെയ്യുവാണ്. ഇവിടെ നമ്മൾ റെൻഡർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ലിങ്ക് ആയിട്ടാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തുടങ്ങാം. സോ നമ്മൾ ബൈ ഡിഫോൾട്ട് ഉള്ള ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ജാങ്കോയിൽ ബൈ ഡിഫോൾട്ട് ഫോമിൻ്റെ ടെംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. സോ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാത്ത ഫോംസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. സോ ഇത് ബൈ ഡിഫോൾട്ട് ഉള്ളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ്, ആക്സസ് ചെയ്യാന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഡെഫ്
രജിസ്റ്റർ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് കൊടുക്കുക. ദെൻ കോളൻ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. ഇഫ് കണ്ടീഷൻ കൊടുക്കുക. എന്താണ് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം, പോസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ POST കൊടുക്കുക. അഗെയിൻ കോളൻ എന്ത് കൊടുക്കുക, ഫോം ഈക്വൽസ് യൂസർ ക്രിയേഷൻ ഫോം ഉണ്ട്. സോ യൂസർ ക്രിയേഷൻ ഫോം ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കൊടുക്കുക. യൂസർ ക്രിയേഷൻ ഫോമിന് അവിടെ എറർ വരും. സോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലിപ്പോൾ ഒന്നും വരുന്നില്ല. ഓക്കെ, നമുക്ക് മാനുവലി ആഡ് ചെയ്യാം. സോ യൂസർ ക്രിയേഷൻ ഫോം എന്ന് പറയുന്നത് എന്താണ്, ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബിൾ ഉള്ളതാണ് യൂസർ ക്രിയേഷൻ ഫോം. അതേപോലെ നമുക്ക് നമ്മൾ ലിങ്ക് ആണ് കൊടുക്കുന്നത്. സോ റീഡയറക്റ്റിൻ്റെ ആവശ്യമുണ്ട്. ദെൻ അതേപോലെ യൂസർ ക്രിയേഷൻ ഫോം ദെൻ റീഡയറക്റ്റ് ചെയ്യാൻ കൊടുക്കണം. ബിക്കോസ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ പേജിലേക്ക് പോകണം. അതേപോലെ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് പ്രൊഫൈലിലേക്ക് നമുക്ക് പോകണം അല്ലേ. സോ പ്രൊഫൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെയിം പേജിൽ തന്നെ ആ ഒരു യൂസറിൻ്റെ നെയിം എവിടെയെങ്കിലും കാണിക്കണമെന്ന്, അല്ലെ നമുക്ക് ആ ഒരു പ്രൊഫൈൽ ലോഗിൻ്റെ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു പ്രോസസ്സ് നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. ദെൻ നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് പോസ്റ്റ് കൊടുത്തു. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഫോം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇഫ് എന്ത് കൊടുക്കുക, ഫോം വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ ഈസ് വാലിഡ് ഫംഗ്ഷൻ ഉണ്ട്. കോളൻ നെക്സ്റ്റ് ലൈനിൽ ഫോം സേവ് ചെയ്യാൻ കൊടുക്കുക. ഫോം ഡോട്ട് സേവ് ഫംഗ്ഷൻ കൊടുക്കുക. സേവ് ഫംഗ്ഷനാണ് സേവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം, അക്കൗണ്ട്സിൽ നമ്മൾ ലോഗിൻ ചെയ്യും. സോ ലോഗിനിലേക്ക് എന്ത് ചെയ്യണം, റീഡയറക്റ്റ് ചെയ്ത് പോകണം അല്ലേ. സോ അതും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. റിട്ടേൺ ഇത് കൊടുക്കുക, റീഡയറക്റ്റ് കൊടുക്കുക. ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ആപ്പിൻ്റെ നെയിം കോളൻ വ്യൂവിൻ്റെ നെയിം കേട്ടോ. സോ അക്കൗണ്ട്സ് കോളൻ എന്ത് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ, റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. സോ എന്താണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ടു എന്ത് ചെയ്യണം, ലോഗിൻ പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് ഓക്കെ, സിംഗിൾ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇതൊരു സ്റ്റെപ്പ്. അത് ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, മെത്തേഡ് പോസ്റ്റ് ആണെങ്കിലുള്ള കേസ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് കൊടുക്കണ്ടേ. ഇത് ഫോം വാലിഡ് ആണെങ്കിലോ ഫോം വാലിഡ് അല്ലെങ്കിലോ അത് ഹാൻഡിൽ ചെയ്യണ്ടേ. സോ എൽസ് കൊടുക്കുക, കോളൻ എൻ്റർ അടിക്കുക. എന്ത് കൊടുക്കുക, ഫോംസ് ഈക്വൽസ് യൂസർ ക്രിയേഷൻ ഫോം തന്നെ കൊടുക്കുക. യൂസർ ക്രിയേഷൻ ഫോം ഫംഗ്ഷൻ ബ്രാക്കറ്റ്സ്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ഡയറക്റ്റ്ലി ആ ഒരു യൂസർ ക്രിയേഷൻ ഫോമിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ റിട്ടേൺ റെൻഡർ ബാക്ക് ടു നമ്മുടെ ആ ഒരു രജിസ്റ്റർ ഡോട്ട് HTML എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് തന്നെ പോകണം അല്ലേ. സോ റിക്വസ്റ്റ് കോമ സിംഗിൾ കോട്ട്സിൽ ഇപ്പോൾ നിങ്ങൾ ഫോൾഡർ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഓരോ ആപ്പിനും സെപ്പറേറ്റ് ഫോൾഡർ ആയിട്ടാണ് ടെംപ്ലേറ്റ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി account/register.html കൊടുക്കാം. ഞാനിപ്പോൾ സെപ്പറേറ്റ്ലി അല്ല കൊടുക്കുന്നത്, അല്ല ഞാൻ ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെയായിട്ടാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ തന്നെയായിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ സെപ്പറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പാത്തിൽ ചേഞ്ച് ചെയ്തിരിക്കാൻ മതി. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സോ ഞാനിവിടെ ജസ്റ്റ് register.html കൊടുക്കുന്നുണ്ട്. സോ ഒരു HTML ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ എന്താണ്, ഫോമിൻ്റെ ഡീറ്റെയിൽസ് കേളി ബ്രാക്കറ്റ്സിൽ പാസ് ചെയ്യണ്ടേ. സോ സിംഗിൾ കോട്ട്സിൽ ഇത് കൊടുക്കുന്നുണ്ട്, ഫോം കൊടുക്കുന്നുണ്ട്, കോളൻ ഇത് കൊടുക്കുക. കീ വാല്യൂ പെയറായിട്ട് ഡിക്ഷണറി ആയിട്ട് നമ്മൾ ഫോമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് URL റൂട്ടിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, പാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ. ഇനി എന്ത് ചെയ്യണം, ആപ്പിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിലും കൂടി ആഡ് ചെയ്യാനുണ്ട്. സോ പാത്ത് കൊടുക്കുക, ഫ്രം
Django dot URLs import കൊടുക്കുക, പാത്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എന്താണ് വ്യൂസിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഫ്രം Django dot contrib dot auth import views as ഓത്ത് വ്യൂസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ വ്യൂസ് നമ്മൾ പ്രൊജക്റ്റിലുള്ള വ്യൂസിനെ ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും, സെക്കൻഡ് വ്യൂസ് എന്തിനാണ്, ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ URLസിൻ്റെ ഉള്ളിൽ എന്തും കൂടി കൊടുക്കണം, ആപ്പ് നെയിമും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആപ്പ് നെയിം എന്ത് കൊടുക്കുക, അക്കൗണ്ട്സ് കൊടുക്കുക. ദെൻ URL പാറ്റേൺസ്, സോ URL പാറ്റേൺസ് ഈക്വൽസ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിലാണ് ഇനി നമുക്ക് പാത്ത് കൊടുക്കാനുള്ളത്. സോ ഫസ്റ്റ് പാത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് രജിസ്റ്റർ പാത്താണ്. സോ സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, രജിസ്റ്റർ പാത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ രജിസ്റ്റർ ചെയ്തതിനു ശേഷം സ്ലാഷ് ഇടാൻ മറക്കരുത്, കോമ. ഇനി നമുക്ക് വ്യൂസ് ആയിട്ട് കണക്ട് ചെയ്യണം അല്ലേ. സോ വ്യൂസ് ഡോട്ട് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക. ദെൻ കോമ നെയിമും കൂടി ആഡ് ഓൺ ചെയ്യുക. നെയിം ഈക്വൽസ് ഇത് കൊടുക്കുക, രജിസ്റ്റർ തന്നെയാണ് കൊടുക്കുന്നത്. സോ രജിസ്റ്റർ. അതിന് ശേഷം കോമ. ഇനി നമുക്ക് രജിസ്ട്രേഷൻ വേണം, ലോഗിൻ വേണം, ലോഗൗട്ട് വേണം. സോ 3 പാത്തും കൂടി ഇപ്പം തന്നെ കൊടുക്കുവാണ്. സോ പാത്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, സിംഗിൾ കോട്ട്സിൽ ലോഗിൻ സ്ലാഷ് കൊടുക്കുന്നുണ്ട്, കോമ. എന്താണ് അത്, നമ്മൾ ഒതൻറ്റിക്കേഷൻ വ്യൂസിൽ നിന്നാണ് എടുക്കുന്നത്. സോ _views ഡോട്ട് അതിൽ ലോഗിൻ വ്യൂ യൂസ് ചെയ്യുന്നുണ്ട്, ഡോട്ട് ആസ് വ്യൂ പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ടെംപ്ലേറ്റ് നെയിം പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ആ ഒരു പാത്ത് നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം. ടെംപ്ലേറ്റ് നെയിം ലോഗിൻ ഡോട്ട് HTML പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ പാത്ത് ഉണ്ടെങ്കിൽ, അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടെങ്കിൽ ആ പാത്ത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ അതിന് ശേഷം ഒരു കോമ കൊടുത്തിട്ട് നെയിം ഈക്വൽസ് സിംഗിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഓക്കെ, 2 പ്രാവശ്യം നെയിം കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒറ്റ തവണ കൊടുത്താലും മതി. ഓക്കെ, തൽക്കാലം അതിരിക്കട്ടെ. 2 നെയിമും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗോ ഔട്ടും കൂടെ കൊടുക്കാനുണ്ട്. ഈ സെയിം പാറ്റേൺ തന്നെ വ്യൂസ് ഡോട്ട് ലോഗിൻ ഇവിടെ ലോഗിൻ വ്യൂ കൊടുത്തായിരുന്നു, ഇവിടെ ലോഗ് ഔട്ട് വ്യൂ ആണ് കൊടുക്കേണ്ടത്. ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെ, നെയിമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ഓൺ ചെയ്ത് വയ്ക്കാം. ലോഗ് ഔട്ട് എന്ന് പറയുന്ന പാത്തും കൂടി ആഡ് ഓൺ ചെയ്ത് വയ്ക്കുക. then ലാസ്റ്റ് ഒരു കോമ ഇട്ടിട്ടില്ലെന്ന് മസ്റ്റായിട്ടും ക്രോസ് ചെക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലോഗിൻ വ്യൂ ആയിരുന്നു, തൊട്ട് മുമ്പ് ലോഗിൻ്റെ URL കൊടുത്തായിരുന്നത്. ലോഗ് ഔട്ട് വന്നപ്പോൾ ലോഗ് ഔട്ട് വ്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. ദെൻ ലോഗ് ഔട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ആസ് വ്യൂവിൻ്റെ ബ്രാക്കറ്റിൽ ടെംപ്ലേറ്റ് നേരത്തെ ലോഗ് ഔട്ട് ഡോട്ട് HTML അല്ല കൊടുക്കുന്നത്. ഇതിന് പകരം നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷോപ്പിൽ ഓൾഫ്രഡ് കാറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ടെംപ്ലേറ്റ് നെയിം ആയിട്ടല്ല, ഡിഫറൻസ് ഉണ്ട്. നെയിം ലോഗൗട്ട് തന്നെ. നെക്സ്റ്റ് പേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് പേജ് ഈക്വൽസ് ഇത് കൊടുക്കുക. നമ്മുടെ മുമ്പത്തെ ആപ്പിൻ്റെ പേര് ഷോപ്പ് അല്ലേ, ഷോപ്പ് കോളൻ അതിൻ്റെ ഓൾഫ്രഡ് കാറ്റ്. അതിൻ്റെ ഓൾഫ്രഡ് കാറ്റൊക്കെയാണ് ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പോകേണ്ടത്. നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ എൻഡിൽ നമ്മൾ കോമേറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ URLസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിമൊക്കെ ലൈക്ക് രജിസ്റ്റർ അക്കൗണ്ട്സ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട്സിനെ സെപ്പറേറ്റ്ലി ഫോൾഡറൊക്കെ ടെംപ്ലേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ.
ഓപ്ഷണൽ ആണ്. സോ URLs സെറ്റ് ചെയ്തു, ലോഗിൻ, രജിസ്റ്റർ, ലോഗൗട്ടിന്. വ്യൂസ് രജിസ്റ്ററിന് മാത്രമാണ് നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടെംപ്ലേറ്റിൽ register.html ക്രിയേറ്റ് ചെയ്യണം. സോ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. സോ templates.htmlലേക്ക് പോവുക. സോറി, ടെംപ്ലേറ്റ്സിൽ ഇതൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് register.html ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുക, base.html എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക. ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ. curly brackets percentage symbol എന്ത് കൊടുക്കുക, എക്സ്റ്റെൻസ് base.html കൊടുക്കാം. സോ നമ്മൾ base.html എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. then അതിനുശേഷം curly brackets ലോഡ് സ്റ്റാറ്റിക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബ്ലോക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു കോമൺ ക്വറീസ് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു H2 ടാഗ് ആഡ് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ എന്ന് പറയുന്ന കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫോമാണ്. സോ ഫോമിൻ്റെ ആക്ഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. മെത്തേഡ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് കൊടുക്കുമ്പോൾ മസ്റ്റായിട്ടും എന്ത് കൊടുക്കണം, ഫോമിൻ്റെ ഉള്ളിൽ CSRF ടോക്കൺ മസ്റ്റായിട്ടും കൊടുക്കണം. സോ curly brackets percentage symbol എന്ത് കൊടുക്കുക, CSRF ടോക്കൺ. ഓക്കെ, സോ CSRF ടോക്കൺ മസ്റ്റായിട്ടും കൊടുക്കണം. എന്ത് മെത്തേഡ് ആണെങ്കിൽ, പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ CSRF ടോക്കൺ മസ്റ്റായിട്ടും കൊടുക്കണം. ഇനി നമ്മൾ ബൈ ഡീഫോൾട്ട് ഒരു നോർമൽ ഫോം എന്തൊക്കെയാണോ ഉണ്ടാവുക, സോ ആ കണ്ടന്റ് ഒക്കെയാണ് നമ്മൾ P ടാഗിൽ പാസ് ചെയ്തെടുക്കുന്നത്. സോ ഫോമിൽ ASP കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വരും. ദെൻ നമുക്ക് എന്താണ്, ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുത്താൽ മതി. നമ്മൾ ബൈ ഡീഫോൾട്ട് ഉള്ള രജിസ്ട്രേഷൻ്റെ ക്വറീസ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. സോ ബട്ടൺ കൊടുക്കുന്നുണ്ട്. ബട്ടൻ്റെ ടൈപ്പ് എന്ത് കൊടുക്കുക, ടൈപ്പ് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നുണ്ട്. ദെൻ ബട്ടൻ്റെ നെയിം എന്ത് കൊടുക്കുന്നുണ്ട്, രജിസ്റ്റർ കൊടുക്കുന്നുണ്ട്. ദെൻ ആ ബട്ടൺ ക്ലോസ് ചെയ്യുക. ഫോം കഴിഞ്ഞതിന് ശേഷം എന്ത് കൊടുക്കുക, എൻഡ് ബ്ലോക്ക് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ രജിസ്ട്രേഷൻ പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി അതേപോലെ തന്നെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുക. login.html. ദെൻ ഇതിൻ്റെ ഉള്ളിൽ സെയിം ഫോമാറ്റ് തന്നെ. സോ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ്റെ സ്റ്റാർട്ടിങ് പോർഷൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്തെടുക്കുക. Ctrl+C, Ctrl+V കൊടുക്കുക. ദെൻ രജിസ്റ്റർ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, ലോഗിൻ ആക്കി കൊടുക്കുക. മെറ്റാ ഡിസ്ക്രിപ്ഷനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ദെൻ ബ്ലോക്ക് കണ്ടന്റിന് ശേഷം H2 ടാഗ് ആഡ് ചെയ്യുന്നുണ്ട്, ലോഗിൻ കൊടുത്തിട്ടുണ്ട്. ദെൻ അതേമാതിരി തന്നെ നമുക്കൊരു ഫോം വേണം. ഫോം ടാഗ് കൊടുക്കുക. ആക്ഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, മെത്തേഡ് പോസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോമിൻ്റെ ഉള്ളിലായിട്ട് നേരത്തെ കൊടുത്തതുപോലെ തന്നെ CSRF ടോക്കൺ കൊടുക്കുക. ഫോംസ് P കൊടുക്കുന്നുണ്ട്. ബട്ടൺ സബ്മിറ്റ്, ലോഗിൻ തന്നെ കൊടുക്കുന്നുണ്ട്, സെയിം ഫോമാറ്റ് തന്നെ. ദെൻ ഫോം ടാഗ് കഴിഞ്ഞതിന് ശേഷം curly brackets percentage എൻഡ് ബ്ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട്. സോ ലോഗിൻ പേജ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിനി കാർട്ടിനെ എന്ത് ചെയ്യണം, യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം. ബിക്കോസ് അത് യൂസറിൻ്റെ കാർട്ടാക്കിയിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട്. സോ കാർട്ടിൻ്റെ മോഡൽസിൽ ചെറിയൊരു ചേഞ്ചസ് നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. സോ യൂസറിൻ്റെ മോഡൽ ബൈ ഡിഫോൾട്ടുള്ള യൂസറിൻ്റെ മോഡൽ ഉണ്ട്, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ പേജിന് വരിക. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. റൺ സെർവർ കൊടുത്ത് നോക്കാം വരുന്നുണ്ടോയെന്ന്. പാത്തിൽ നമ്മൾ രജിസ്റ്റർ കൊടുക്കുമ്പോഴേ അവിടെ വരുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എറർ വരുന്നുണ്ട് ബിക്കോസ് അക്കൗണ്ട് ഡോട്ട് ഓക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് സെറ്റിങ്സിൽ. സെറ്റിങ്സിലല്ല, urls.py ആയിരിക്കും. എറർ കാണിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എവിടെയാണ്.
then അതൊന്നും കൂടി ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കുക. വേറെ എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അടിയിൽ വരും. സോ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യുക. ലോഗിൻ വ്യൂ ഇൻവാലിഡ് നെയിം ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും കൂടി മൈഗ്രേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ ഒന്ന് ബ്രേക്ക് ചെയ്യുക. python manage.py make migrations. ഓക്കെ, ഇൻവാലിഡ് നെയിം വരുന്നുണ്ട്, അതും കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. സോ ലൈൻ നമ്പർ ഒരു ഓത്ത് ലോഗിനിൽ എറർ വന്നിട്ടുണ്ട്. അത് 2 നെയിം അവിടെ പാസ്സാവുന്നുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുക, urls.py ഇ-കൊമേഴ്സിൻ്റെ അല്ല, അത് കറക്റ്റ് ചെയ്തു. പ്രൊജക്റ്റിൻ്റെ ഇവിടെ 2 നെയിം വരുന്നുണ്ട്. റിഫ്രഷ് ചെയ്ത് നോക്കുക എറർ മാറിയെന്നുള്ളത്. Login view receives invalid key. Okay. ഓക്കെ, ആ ബ്രാക്കറ്റ്സ് ഇട്ട് പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഇഷ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു. സോ ഇനി ഇതങ്ങ് കോപ്പി ചെയ്യാം. ബ്രൗസറിലേക്ക് പോവുക, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒപ്പം തന്നെ രജിസ്റ്ററും കൂടി ആഡ് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാനാണ്. ഓക്കെ, രജിസ്റ്റർ നോട്ട് ഫൗണ്ട് കാണിക്കുന്നുണ്ട്. സെയിം മാച്ച് ദ ലാസ്റ്റ് വൺ. ഓക്കെ, ഇവിടെ ഒരു പത്തും കൂടെ വരും. അക്കൗണ്ട്സിൽ രജിസ്റ്റർ ആണ്. ഓക്കെ, അക്കൗണ്ട്സ് നമ്മൾ ഓക്കെ HTTP റെസ്പോൺസ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് വ്യൂസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്. ദെൻ ഈ പ്രോസസ്സ് നമുക്ക് നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. മോഡലിലും കൂടി ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് റൺ ചെയ്ത് നോക്കാൻ. സോ അത് നെക്സ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്യാം. സോ ലോഗിൻ ലോഗൗട്ടൊക്കെ നാളെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. സോ ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുവരെ ചെയ്തത് ഞാൻ ഇന്ന് ഒരു 10 മണിക്ക് ശേഷം ഞാൻ പുഷ് ചെയ്യാം കേട്ടോ ജിറ്റ്ഹബിൽ. എന്നിട്ട് നിങ്ങൾ റെഫർ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.